ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. നമുക്ക് ഏകദേശം 15ഓളം റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു സീരീസാണ്, നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ് ഒളിമ്പിയോ എന്ന് പറഞ്ഞ സീരീസ്. ജൂൺ മാസം 20-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മാർഷമാല്ലോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാർഷമാല്ലോ ഈ ഒരു സിനിമ ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2024 റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് രാധിക ആപ്തെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡാർക്ക് കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് സിസ്റ്റർ മിഡ് നൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രേസ് സർട്ടിഫിക്കറ്റ് മൂവിയാണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിൽ ഇന്ത്യക്ക് പുറത്തായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ദ ലോസ്റ്റ് ഗേൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ത്യക്ക് പുറത്തായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്, ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ് വി വെയർ ലയേഴ്സ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. 8 എപ്പിസോഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കലിയുഗം എന്ന് പറയുന്ന സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ജൂൺ മാസം 20-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്കു സീരീസാണ് വിരാടപടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിരാടപലം ഈ ഒരു സിനിമ ഈ ഒരു സീരീസ് ജൂൺ മാസം 27-ാം തീയതി C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് മലയാളത്തിലുള്ള ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഞാൻ പുറത്തു പോയിട്ടിരുന്നു. പിന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ പിന്നെ ട്രെയിലർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ട്രെയിലറിൽ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുള്ളത് ജൂൺ മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളൊരു ഒരു ഒഫീഷ്യൽ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് കൂടി ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജൂൺ മാസം 20-ാം തീയതി സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അജു വർഗീസ് ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഈ സിനിമ 2 ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് സേവ് നല്ല പസംഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂൺ മാസം 20-ാം തീയതി തമിഴ് വഴി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് മാധവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡയറക്റ്റ് OTT റിലീസാണ് ആപ് ജയ്സേ കോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി മൂവിയാണ്. ജൂലൈ മാസം 11-ാം തീയതി നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് കോപ്പ് ആൻഡ് എ ഹാഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് പ്രിയങ്ക ചോപ്ര പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയായിരുന്നു ജയ് ഗംഗാജൽ എന്ന് പറഞ്ഞ സിനിമ. 2016 റിലീസ് ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ഭാഷ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് പാരലൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സർപ്രൈസ് റിലീസാണ് നമ്മുടെ അഹാന കൃഷ്ണ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നാൻസി റാണി എന്ന് പറഞ്ഞൊരു മലയാള സിനിമ. ഈ ഒരു സിനിമ ഒരുപാട് വിവാദങ്ങളൊക്കെ ആയിപ്പോയ ഒരു സിനിമയായിരുന്നു. ഈ സിനിമ ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.